ഫേക്ക് ഷെയർ ട്രേഡിംഗ് ആപ്പുകൾ വഴി പൈസ തട്ടിക്കുന്ന കേസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് സംഭവിച്ച കേസുകൾ ഞാൻ വിവരിക്കാം. ഒരു വ്യക്തിയുടെ നിന്ന് ഈ ഷെയർ ട്രേഡിംഗ് ആപ്പ്, ഫേക്ക് ഷെയർ ട്രേഡിംഗ് ആപ്പ് വഴി ഏകദേശം 3.5 കോടി രൂപയാണ് ഒരാൾക്ക് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ 6 കോടിയോളം രൂപയാണ് മറ്റൊരു വ്യക്തിക്ക് പോയിട്ടുള്ളത്. അദ്ദേഹം ഒരു കൂട്ടം ആൾക്കാർ ഡൽഹി പോലീസും CBI ആണെന്ന് പറഞ്ഞിട്ട് ഫേക്കായിട്ട് അദ്ദേഹത്തിന്റെ നിന്ന് ഈ പണം തട്ടുകയുണ്ടായി. വേറൊരു വ്യക്തിക്ക് ഈ കുറിയർ സ്കാം, അതായത് അദ്ദേഹത്തിൻ്റെതല്ലാത്ത പാഴ്സലിൽ കുറിയറിൽ ഡ്രഗ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ഏകദേശം 5 കോടി രൂപയോളമാണ് തട്ടിച്ചത്. മറ്റൊരാൾക്ക് കറൻസി ട്രേഡിംഗ്, ഫേക്ക് കറൻസി ട്രേഡിംഗ് ആപ്പ് വഴി ഏകദേശം 7 കോടി രൂപയോളം ആണ് പോയിട്ടുള്ളത്. ഇതിന്റെയൊക്കെ ഒരു കോമൺ ഫീച്ചർ എന്ന് പറയുന്നത്, ഈ തട്ടിപ്പുകാര് ഏതെങ്കിലും പ്രൈവറ്റ് സേവിങ്സ് അക്കൗണ്ടിലേക്കാണ് ഈ പൈസ നിക്ഷേപിക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നത്. അതാണ് ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കലും ഒരു ഗവൺമെന്റ് ഏജൻസിയോ അല്ലെങ്കിൽ ഈവൻ ഒരു പ്രൈവറ്റ് ഫേമോ, ഒരു ബിസിനസ് സ്ഥാപനമോ ഒരിക്കലും ആരുടെയും പ്രൈവറ്റ് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറയില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആണ്, ഇല്ലെങ്കിൽ അത് തട്ടിപ്പാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ വക ഒരു 1930 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ആർക്കെങ്കിലും ഈ തട്ടിപ്പിന് ഇരയായാൽ എത്രയും പെട്ടെന്ന് 1930 കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഈ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആയ പൈസ ഫ്രീസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. അങ്ങനെ അത് റിക്കവർ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. പക്ഷെ 1930 ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ നമ്പറിലേക്ക് അറിയിക്കേണ്ടതാണ്. ഡീറ്റെയിൽഡ് പ്രസ് നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, തരുന്നുണ്ട്. ഇത് മെയിൻലി ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് വിളിച്ചിട്ടുള്ളത്. മൊത്തത്തിൽ ഏകദേശം ഒരു 25 കോടി ഉണ്ട്. പിന്നെ ഈ 4 കേസുകളിൽ മാത്രമായിട്ടാണ് ഏകദേശം ഈ 20 കോടി എന്ന് പറയുന്നത്. ഈ 7 കോടി 5 കോടി തുടങ്ങിയ വലിയ എമൗണ്ടുകളിൽ കേസ് കഴിഞ്ഞ ഒരു 2 മാസത്തിനുള്ളിലാണ് വന്നിട്ടുള്ളത്. ഫേക്ക് ലോൺ ആപ്പ് സ്കാമും ഉണ്ട്. പക്ഷെ അതിൽ പോകുന്ന തുക അത്ര വലിയ തുകകളല്ല. ഇത് നിർഭാഗ്യവശാൽ നമ്മൾ കണ്ടുവരുന്നത് ഈ വ്യക്തികളെല്ലാം തന്നെ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. ഒരാൾ ഒരു IT കമ്പനിയുടെ ഉടമസ്ഥൻ കൂടിയാണ്. അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നാണ് എമൗണ്ട് കൂടുതൽ പോയിട്ടുള്ളതായി കണ്ടിട്ടുള്ളത്. അപ്പോ ഇത് വീട്ടമ്മമാര് ചെറിയ തുകകൾ പോകുന്നുണ്ടായിരിക്കാം, പക്ഷെ വലിയ വലിയ തുകകൾ, അതായത് കോടിക്കണക്കിന് രൂപ പോയിട്ടുള്ളത് ഇങ്ങനത്തുള്ള വ്യക്തികളിൽ നിന്നാണ്, എഡ്യൂക്കേറ്റഡ് ആയിട്ട്. അത് ഡേ ലോങ് കോൾസ്, അത് പിന്നെ അവര് സ്കൈപ്പ് കോളിലേക്ക് വരുത്തുകയും സ്കൈപ്പ് വീഡിയോ കോളിംഗ് വഴി അവരോട് അവരെ മാനസികമായി ഇതിലേക്ക് ട്രാപ്പ് ചെയ്തിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അവരെ നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുക്കുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രൈവറ്റ് സേവിങ്സ് അക്കൗണ്ട് ആയിരിക്കും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈ തട്ടിപ്പിൽ നിന്ന് ഒഴിവാൻ. അതെ, 2 മണിക്കൂറിനുള്ളിൽ വിളിച്ചു കഴിഞ്ഞാൽ 100% എമൗണ്ട് റിക്കവർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 2 മണിക്കൂറിനുള്ളിൽ വിളിച്ച് കഴിയുകയാണെങ്കിൽ. ഒരുപാട് കേസുകളിൽ നമ്മൾ ഈ 1930 റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ ഒരുപാട് അക്കൗണ്ടുകൾ ഫ്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഏകദേശം 1 കോടിയോളം രൂപ നമുക്ക് റീക്ലെയിം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ പ്രോസസ്സ് 1 കോടിക്ക് മുകളിൽ ഓൾറെഡി റീക്ലെയിം ചെയ്ത് കഴിഞ്ഞു വിവിധ കേസുകളിലായിട്ട്. ഇപ്പോഴും നമ്മൾ ക്ലെയിം ഫയൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി ഉള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇൻവെസ്റ്റിഗേഷനോടൊപ്പം. ക്ലെയിംസ് എത്രയാണ് ടോട്ടൽ പെൻഡിങ് ഉള്ളത്? ഒരു 3 കോടിയുടെ ക്ലെയിംസ് ഇപ്പോൾ പെൻഡിങ് ആണ്. അത് ഏകദേശം ഈ 400 കേസുകളിൽ നമ്മൾ അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്ന് കണ്ടാൽ ഇമീഡിയറ്റ്ലി നമുക്ക് അത് ഫ്രീസ് ചെയ്ത് ക്ലെയിം
ചെയ്യാൻ പോകുന്നത്.